നമസ്കാരം. ഞാനിന്ന് കുട്ടികളെയും കൂട്ടി ഞങ്ങൾ വീടിൻ്റെ അടുത്തുള്ള പാർക്കിലേക്ക് വന്നതാണ്. ഇത് മെൽബണിലുള്ള ഒരു ലേക്ക് പാർക്കാണ്. ഞങ്ങളിവിടെ വന്നത് ചാർക്കോൾ ബാർബിക്യൂ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോഴാണ് വൈഫിനൊരു ഐഡിയ, നമ്മളിത് എന്തുകൊണ്ട് ഒരു വ്ളോഗ് ആക്കിക്കൂടാന്ന്. അപ്പോൾ അതാണ് ഞങ്ങൾ ഈ വ്ളോഗിൻ്റെ തുടക്കം. ഇത് ഞങ്ങൾ ആദ്യത്തെ വ്ളോഗാണ്. അപ്പോൾ എൻ്റെ പേര് അനസ്, എൻ്റെ പേര് മാജിദ. പിന്നെ ഞങ്ങളിത് ആദ്യമായിട്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ നമുക്ക് ഒരുമിച്ച് ചാർക്കോൾ ചെയ്താലോ? ഇത് ഞങ്ങളുടെ രീതിയിൽ ഞങ്ങൾ ചെയ്യുന്നൊരു മെത്തേഡാണ്. അപ്പോൾ നമുക്ക് പോവാം. റെഡി? അപ്പോൾ സുഹൃത്തുക്കളെ, നമുക്ക് തുടങ്ങിയാലോ? ആദ്യം തന്നെ കുറച്ച് ഉണങ്ങിയ മരക്കഷ്ണങ്ങൾ നമുക്ക് പൊറുക്കാം. അത് എന്തിനാന്ന് പറഞ്ഞു തരാം. ഓക്കെ ഓക്കെ ഇതാ കുറച്ച് കിട്ടിയിട്ടുണ്ട്, ഇത് മതി. അപ്പോൾ ഈ മരക്കഷ്ണങ്ങൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താ വെച്ചാൽ, ഇതാണ് ഗ്രില്ല്, ഞങ്ങൾ ഉപയോഗിക്കുന്ന ഗ്രില്ല്. ഇത് ചെറിയ ഗ്രില്ലാണ്. ഞങ്ങൾ 2 പേരേ ഉള്ളൂ, പിന്നെ 2 ചെറിയ കുട്ടികളാണ്. അതുകൊണ്ട് ഞങ്ങൾക്കിത് ധാരാളം. അപ്പോൾ നിങ്ങൾ ആളനുസരിച്ചും ഉണ്ടാക്കുന്ന ക്വാണ്ടിറ്റി അനുസരിച്ചും ഗ്രില്ലിൻ്റെ സൈസ് കൂട്ടുക കുറയ്ക്കുക ചെയ്യുക. അപ്പോൾ ഇനി നമ്മൾ ഈ ഗ്രില്ലിൻ്റെ ഉള്ളിലേക്ക് മരക്കഷ്ണങ്ങൾ വെക്കുന്നു. ഈ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് അപ്പോൾ ഇത് എന്തിനാന്ന് വെച്ചാൽ, ഇതിന് ഞങ്ങളൊരു ഷോർട്ട് കട്ടാണ്. അപ്പോൾ ഇത് പറഞ്ഞു തരാം. അപ്പോൾ ഇത് വെച്ചിട്ട് ഇതിൻ്റെ കൂടെ കത്തിക്കാൻ ഫയർ സ്റ്റാർട്ടർ അല്ലെങ്കിൽ ഫയർ ലൈറ്റർ എന്ന് പറഞ്ഞതുണ്ട്. അപ്പോൾ ഇത് 2 കഷ്ണം അതിൽ മുറിച്ചിടാം. ഇത് പേപ്പറത്തെ പോലെ ഒരു ടിഷ്യൂ ഉണ്ടെന്നുണ്ടെങ്കിൽ അതുകൊണ്ട് പൊടിച്ചിട്ടാൽ മതി. ഓക്കെ ഓക്കെ ഇത് വെച്ചു. ഇനി ഇതൊരു സ്ലോപ്പ് ആയതുകൊണ്ട് നമ്മൾ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ ഇത് താഴെ ഇത് വെച്ചിട്ടുണ്ട്. ഇത് വെക്കുന്നത് അപ്പോൾ നമുക്ക് കത്തിക്കാം. അപ്പോൾ ചാർക്കോൾ ഗ്രില്ലുണ്ട്, കുറച്ച് മരക്കഷ്ണങ്ങൾ ഉറങ്ങി മരക്കഷ്ണങ്ങൾ വെച്ചു. കത്തിക്കാൻ പേപ്പറോ അല്ലെങ്കിൽ എന്തെങ്കിലും മതി, ജസ്റ്റ്. ഓക്കെ, അപ്പോൾ ഈ മരക്കഷ്ണങ്ങൾ ഇതിന് മേലെ വെക്കുന്നു. നമ്മൾ ഫയർ ചെയ്യുമ്പോൾ എപ്പോഴും സേഫ്റ്റിയാണ് ഫസ്റ്റ് കൺസേൺ. ഫയർ ചെയ്യാൻ പറ്റുമോ അല്ലെങ്കിൽ ചുറ്റുപാടും കുട്ടികളും കാര്യങ്ങളൊക്കെ നോക്കണം. ഇവിടെ ചില ദിവസങ്ങളിൽ ടോട്ടൽ ഫയർ ബാൻ എന്ന് പറയാറുണ്ട്. അതെന്താ വെച്ചാൽ ടെമ്പറേച്ചർ 40 മുകളിൽ പോകുന്നുണ്ടെങ്കിൽ നമ്മൾ ഫയർ ചെയ്യാൻ പാടില്ല. അപ്പോൾ നമ്മൾ ഈ ഗ്രില്ല് വെച്ചു, മുകളിൽ വെച്ചു. എന്നിട്ട് നമ്മൾ ചാർക്കോൾ, ഞങ്ങൾ ഉപയോഗിക്കുന്ന ചാർക്കോൾ വുഡിൻ്റെ നാച്ചുറൽ ആയിട്ടുള്ള ചാർക്കോളാണ്. അപ്പോൾ അതാ ടേസ്റ്റ് ഉണ്ടാവുക, കെമിക്കൽ ഇല്ലാത്തതാണ്. കെമിക്കൽ ഞങ്ങൾ പ്രിഫർ ചെയ്യാറില്ല. അപ്പോൾ ഇത് ചാർക്കോൾ ആവശ്യത്തിനുള്ള ചാർക്കോൾ മുകളിൽ വെക്കുന്നു. ഇതത് കണ്ടോ ചാർക്കോൾ. നാട്ടിലാണെന്നുണ്ടെങ്കിൽ ഇത് വേണമെന്നില്ല. നാട്ടിലാ ചിരട്ട മതി. നമ്മൾ ചിരട്ട കൊണ്ട് നാട്ടിൽ നിന്ന് ചെയ്തിട്ടുണ്ട്, വിജയിച്ചിട്ടുണ്ട്. നല്ല രീതിയിൽ തന്നെ ചെയ്യാൻ പറ്റും. ചിരട്ട നല്ല കനലാണ്. അപ്പോൾ ഈ സ്റ്റെപ്പ് ആകുമ്പോൾ നമുക്ക് ഒരുപാട് കുറച്ചൊക്കെ സമയം ലാഭിക്കാം. അപ്പോൾ ഇതിനി നമ്മൾ കനലാവുകയോളം ഒന്ന് സ്ട്രോങ് ആയി കത്തുവോളം അടിയിൽ നല്ല ചൂടാവുകയോളം ഒന്ന് വെയിറ്റ് ചെയ്യുക. കുറച്ച് സമയം എടുക്കും. അപ്പോൾ നമ്മൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്യുക. അപ്പോൾ സുഹൃത്തുക്കളെ, ഇത് നമ്മൾ ചാർക്കോൾ ഏകദേശം കനലൊക്കെ ആയി വരുന്നുണ്ട്, ചൂടായിട്ടുണ്ട്. ഇനി നമുക്കിത് ട്രാൻസ്ഫർ ചെയ്യാം, താഴേക്കിടാം. അപ്പോൾ ഞങ്ങൾ ഇത് ഓവൻ ഗൗവാണ്. ഓവൻ ഗൗവിൻ്റെ ആവശ്യമില്ല, ക്ലോത്തോ അല്ല എന്തെങ്കിലും ഉണ്ടായാൽ മതി. വെരി കെയർഫുൾ ആവണം. സേഫ്റ്റി ഓൾവേസ് ഫസ്റ്റ് കൺസേൺ. കൈ കൊണ്ട് പിടിച്ചിട്ട് ഇത് കണ്ടോ, കനലായി വന്നത് കണ്ടോ? ഇതാ. അപ്പോൾ ഇതിങ്ങനെ ആകുമ്പോൾ നമുക്ക് കുറേ സമയം ലാഭിക്കാം. ഇതിപ്പോൾ നമ്മൾ എടുത്തത് ഏകദേശം 5 മിനിറ്റ് ആയിട്ടുള്ളൂ. 5 മിനിറ്റ് ആയിട്ടില്ല. ഇതെല്ലാന്നുണ്ടെങ്കിൽ ഇതിന് കൂടുതലാവും. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താ വെച്ചാൽ, ഇത് ഗ്രില്ല് നമ്മളിപ്പോൾ ഇത് യൂസ് ചെയ്ത് ചാർക്കോൾ വെച്ചത് കാരണം മീറ്റ് വെക്കാനുള്ളൂ. അപ്പോൾ അതൊന്ന് ക്ലീൻ ചെയ്യണം. ഒരു ബിന്നും വെക്കാറുണ്ട് താഴെ. അപ്പോൾ ഈ ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്യാം.
ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഡ്രൈ ആക്കണം. ഈ സാധനം നല്ല ചൂടുണ്ടാവും, അപ്പോൾ അതും നല്ല ശ്രദ്ധിക്കണം. അതാണ് ഓവൻ ഗ്ലൗസ് യൂസ് ചെയ്യണേ, അല്ലെങ്കിൽ ക്ലോത്ത് ആയാലും മതി. ഓക്കെ, അപ്പം ഗ്രില്ല് ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് എല്ലായിടത്തും വെക്കാം. ഇതൊക്കെ കനലായതാണ്, ഇത് പകലായതുകൊണ്ടാണ് ചുവന്ന കളർ കാണത്തില്ല. ഇത് വെച്ചിട്ട് കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം. നല്ല ചൂടായിക്കോട്ടെ, ഗ്രില്ല് നല്ല ചൂടായിക്കോട്ടെ. കനൽ ഏകദേശം ആയിട്ടുണ്ട്, സ്ട്രോങ് ആയിട്ടുണ്ട്. ഇപ്പം നാട്ടിലൊക്കെ നമ്മൾ പണ്ട് അടുക്കളയിലൊക്കെ ഉപയോഗിക്കുന്ന ഓടക്കോലുണ്ടല്ലോ, അല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഇവിടെ ചില ആൾക്കാരൊക്കെ എയർ ഡ്രയർ കൊണ്ടുവരാറുണ്ട്. ഇതൊന്ന് കനൽ സ്ട്രോങ് അങ്ങനെ വീശാൻ വേണ്ടിയിട്ട്. എന്താ കയ്യിലുള്ളത് ചെയ്താൽ മതി. ഒന്ന് കനൽ എല്ലായിടത്തും എത്താനും ഒന്ന് തീ പെട്ടെന്ന് കത്താനൊക്കെ വേണ്ടിയിട്ട്. അപ്പോൾ നീച്ചിൻ്റെ പ്ലേറ്റ്. ഓക്കെ, സോറി കേട്ടോ. അപ്പോൾ ഇനി വേറെ 2 തോങ്സ് എന്ന് പറയുന്നില്ലേ, ഇതാണ് ഫസ്റ്റ്. ഇത് ചാർക്കോളൊക്കെ ഉപയോഗിച്ചിരുന്നത്. അപ്പോൾ ഇത് മീറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. മീറ്റ് വെക്കാനുള്ള സമയമായി. അപ്പോൾ മീറ്റ് നമ്മൾ പൊതുവെ ആദ്യം ഞങ്ങൾ പ്രിഫർ ചെയ്യുന്നത് വെക്കാൻ ലാമ്പാണ്. ലാമ്പാകുമ്പോൾ ലാമ്പിൻ്റെ ഫാറ്റ് ഇറങ്ങിയിട്ട് ഇതൊന്നും കൂടി സ്ട്രോങ് ആയി കത്തും. അത് കാരണം ലാമ്പാണ് നല്ലത്. അപ്പോൾ നമ്മൾ ലാമ്പ് വെച്ചാലോ? ലാമ്പ് ഈശിൻ്റെ ആപ്പിൾ ഉണ്ടോ? ആപ്പിൾ ഉണ്ടോ? ഓക്കെ. പിന്നെ ഈ ലാമ്പ് വെക്കുമ്പോൾ തന്നെ, അല്ലെങ്കിൽ മീറ്റ് വെക്കുമ്പോൾ തന്നെ ഈ ഗ്രില്ല് ചൂടായെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ഇത് വെക്കുമ്പോൾ ഒരു സൗണ്ട് വരും. അപ്പോൾ അത് പെർഫെക്റ്റ് ആണ്. സൗണ്ട് ഉണ്ട് എന്നുണ്ടെങ്കിൽ. ഓക്കെ, അപ്പോൾ നമുക്ക് എന്നാൽ ലാമ്പ് വെച്ച് നോക്കാം, സൗണ്ട് ഉണ്ടോ നോക്കാം. സൗണ്ട് ഉണ്ട്, അതാണ് സൗണ്ട്. അപ്പോൾ കറക്റ്റ് തീ ആയിട്ടുണ്ട്. ഇനി നമുക്ക് എല്ലായിടത്തും വെക്കാം. നമ്മളിത് സ്ലോ കുക്കിംഗ് ആണ്, കനലിലാണ് വേണ്ടത്. തീ കത്താൻ പാടില്ല. തീ ഇപ്പോൾ കെടും. ഇത് നെയ്യ് ഇങ്ങനെ വരുമ്പോൾ ഒന്നുകൂടി കത്തും, പക്ഷെ കുറച്ച് നേരം കെടും. ചാർക്കോൾ സമയം എടുക്കുന്ന പ്രോസസ്സിംഗ് ആണ്, പക്ഷെ നല്ല ടേസ്റ്റാണ്. ഇത് ഞങ്ങൾ മാരിനേറ്റ് ചെയ്ത് മിക്സ് വാങ്ങിച്ചതാണ്, സ്വന്തമായിട്ട് മാരിനേറ്റ് ചെയ്തതല്ല. സ്വന്തമായിട്ട് മാരിനേറ്റ് ഞങ്ങൾ ഇടയ്ക്ക് ചെയ്യാറുണ്ട്. അപ്പോൾ ഈ വ്ളോഗ് ഓക്കെ എന്നുണ്ടെങ്കിൽ അടുത്ത വ്ളോഗിൽ വേണമെന്നുണ്ടെങ്കിൽ മാജി അതിൻ്റെ റെസിപ്പിറ്റ് വന്നോളൂ. മാജി വരുമോ? ഓക്കെ, അവൾ റെഡി എന്ന് പറഞ്ഞിട്ടുണ്ട്. എങ്ങനെ ഞങ്ങൾ മാരിനേറ്റ് ചെയ്യുന്നത് കാണിക്കാം. അപ്പോൾ ഓക്കെ, എത്ര മതി അല്ലേ? അപ്പോൾ ലാമ്പ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനേ ഒന്ന് പുറത്ത് പോയി പെട്ടെന്ന് വരാം, കാരണം ഒരാളും കൂടി ഉണ്ട്. അവൾ മദ്രസിലാണ്, ഈ വർഷം തുടങ്ങിയിട്ടേ ഉള്ളൂ. പിന്നെ അവൾ പിക്ക് ചെയ്യാൻ പോകാം കേട്ടോ. ഞങ്ങൾ രണ്ടും കൂടി പോണേ. ഇഷ ബാബായ് പറയാം, നമുക്ക് ബാബായ് പറയാം. ഞങ്ങൾ പോയി വരാം കേട്ടോ. ഞങ്ങൾ പോയി വരാം കേട്ടോ. ബാബായ്, വരാം. അപ്പോൾ നമ്മൾ ലാമ്പ് ഏകദേശം ആയിട്ടുണ്ട്. ലാമ്പ് നമുക്ക് എടുക്കാം. ഇതൊക്കെ ആയിട്ടുണ്ട്, ശരിക്കും നല്ലതായിട്ടുണ്ട്. ചിക്കനൊക്കെ ഏകദേശം ആയിട്ടുണ്ട്. ഇത് സോസേജാണ്, കുട്ടികൾക്ക് സോസേജ് ഇഷ്ടമാണ്. ഇത് ലാം സോസേജാണ്, അതുകൊണ്ട് സോസേജ് വെച്ചിട്ടുണ്ട്. ചിക്കൻ നമുക്ക് വെക്കാം. അപ്പോൾ ലാമ്പായി, ചിക്കനായി, സോസേജുകളും ആയിട്ടുണ്ട്. നമുക്കെടുക്കാം. ഇത് ചിക്കൻ്റെ ഡ്രം സ്റ്റിക്കും ഉണ്ട്, അതുപോലെ ചിക്കൻ വിങ്സും ഉണ്ട്. സോസേജ് കേട്ടോ, സോസേജുകളായിട്ടുണ്ട്.
കുട്ടികൾക്ക് സ്വീറ്റ് കോൺ നല്ല ഇഷ്ടമാണ്. അത് കാരണം ഞങ്ങൾ സ്വീറ്റ് കോൺ എന്നും ചെയ്യാറുണ്ട്. ലാസ്റ്റ് സ്വീറ്റ് കോണത്തിന് മേലെ വെക്കും. ആ സമയം കൊണ്ട് ഞങ്ങൾ ഭക്ഷണം കഴിക്കാനുള്ള എല്ലാ പ്രിപ്പറേഷനും ചെയ്യും. ഏകദേശം ലാമ്പ് ചിക്കനും സോസേജ് ആയിട്ട് ഞങ്ങൾ 2 പേരേ ഉള്ളൂ. അപ്പോൾ ഞാൻ ടേബിൾ സെറ്റ് ചെയ്യട്ടെ. അപ്പോൾ ഇതിപ്പോൾ ഞങ്ങൾ ചാർക്കോൾ ഗ്രില്ല് കംപ്ലീറ്റ് ആയി, ഭക്ഷണം കഴിച്ചു, എല്ലാവരും ഹാപ്പിയായി. ഇനി ഇത് നമുക്ക് എടുത്താൽ ഇതിപ്പോഴും കനലുണ്ട്. അപ്പോൾ ഞങ്ങൾ പൊതുവേ താഴേക്ക് വെക്കാറാണ്. ഒരു ഫ്ലാറ്റ് ആയിട്ടുള്ള ഒഴിഞ്ഞ സ്ഥലത്തേക്ക് വെക്കും. എന്നിട്ട് ഞങ്ങൾ എപ്പോഴും വെള്ളം ഇങ്ങനെ കൊണ്ടുവരാറുണ്ട്. അത് ഇതിൽ എന്ത് മുത്തേ വെള്ളം വേണം. ആച്ചിന് കുറച്ച് വെള്ളം വേണം. ഓക്കെ. അപ്പോൾ കനലിൽ വെള്ളം ഒഴിച്ചതിന് ശേഷം അത് കെട്ടുമെന്ന് മേക്ക് ഷുവർ ചെയ്തതിന് ശേഷം അതിലുള്ള കനലെല്ലാം കവറിലേക്ക് ഇട്ടിട്ട് വെള്ളം പുറത്ത് ചെടിക്ക് എന്തെങ്കിലും ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ ബിന്നിക്കിടാൻ പോവാം കേട്ടോ. കൊള്ളും. ഓപ്പൺ ചെയ്ത് ഇതിൽ വെക്കുന്നു, ജസ്റ്റ് ക്ലോസ് ചെയ്യുന്നു. ഇതാണ് ഇതിൻ്റെ പ്രത്യേകത. ഇവിടെ ഒരു പെഡലും ഉണ്ട്, അത് ചവിട്ടിയാൽ അത് ഓപ്പൺ ആവും. പിന്നെ ശരിക്കും ഇത് എന്താന്ന് വെച്ചത് സോളാർ പവർഡ് ആണ്. അതല്ലേ എനിക്ക് വേസ്റ്റിനെ കോമ്പാക്ട് ചെയ്യും. അപ്പോൾ നമുക്ക് ഇപ്പം നോർമലി ഇടുന്ന വേസ്റ്റിനേക്കാളും 5 ഇരട്ടി കൂടുതൽ വേസ്റ്റ് ഇതിലിടാൻ പറ്റും. അപ്പോൾ ഇത് സാധാ വേസ്റ്റൊക്കെ ഇടുന്നത്, പിന്നെ ഇതിലാണ് റീസൈക്കിൾ. അപ്പോൾ ഇതും സെയിം സംഭവം തന്നെ. നമുക്ക് ചവിട്ടിയിട്ടൊന്നും തുറക്കാം, വേണമെങ്കിൽ കൈയിട്ടും തുറക്കാം. പക്ഷെ ഇത് ഈ പാർക്കിൽ പുതിയതാണ്. അപ്പം ഞങ്ങൾ വിചാരിച്ചു നിങ്ങളായിട്ട് ഇതൊന്ന് ഷെയർ ചെയ്യാം. അതാണ് കുട്ടികളുടെ പാർക്ക്. പിന്നെ ഇവിടെ ഒരു സ്ലൈഡ് ഉണ്ട്, അതാണ് ഇവിടെ ഏറ്റവും. ഹലോ ഫ്രണ്ട്സ്, അങ്ങനെ നമ്മൾ ചാർക്കോൾ ബാർബിക്യൂ കംപ്ലീറ്റ് ആയി. ഫുഡൊക്കെ കഴിച്ചു, നല്ല റായത്തായി, വയറ് നിറഞ്ഞു, കുട്ടികളും ഹാപ്പിയാണ്. ഇനി ഇത് ഇത്രയും നേരം കണ്ടതിന് ഒരുപാട് നന്ദിയുണ്ട്. നിങ്ങൾ വിലയേറിയ സമയം സ്പെൻഡ് ചെയ്തതിന് താങ്ക്സ് ഉണ്ട്. ഇനി അതുപോലെ തന്നെ ഇനി അടുത്ത വ്ളോഗിൽ ഞങ്ങൾ വരാം. നിങ്ങൾ വിലയേറിയ അഭിപ്രായങ്ങൾ നമുക്ക് വേണം. അപ്പോൾ വീണ്ടും സന്ധിക്കും വരെ വണക്കം. ക്യാമറ ലേഡി മാജിക്കൊപ്പം അനസ്. ബൈ ബൈ.